അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, റയീസ് അഗറുലാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നബിതങ്ങളും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പുറപ്പെട്ട സമയത്ത് അവർ മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ മദീനയിൽ അവർ താമസിച്ചിരുന്ന വീടുകളുടെ വിശേഷമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് എത്തിച്ചേർന്നത് മദീനയിലെ കുബയിലായിരുന്നേ. ഇവിടെ തങ്ങൾ 12 ദിവസത്തോളം താമസിച്ചിട്ടുണ്ട്. അന്ന് നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള സഹാബാക്കൾ താമസിച്ചിരുന്ന വീട് നിന്നിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പള്ളിയുടെ നേരെ ബാക്കിലായിട്ട് ഒരു പച്ച റൗണ്ട് കാണുന്നില്ലേ, അവിടെ ആയിരുന്നു അന്ന് ആ വീട് ഉണ്ടായിരുന്നത്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു കുബാ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയിരുന്നത്. ഈ വീട് ബനു അംർ ഔഫ് ഗോത്രത്തിൽപ്പെട്ട ഗുൽസ് ബിൻ ഹിദ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു. ഈ വീട്ടിൽ നബിതങ്ങൾക്കൊപ്പം തന്നെ അബൂബൈദ ബിൻ ജറാഹ് തങ്ങൾ, സഅദ് ബിൻ ഔല തങ്ങളടക്കമുള്ള സഹാബാക്കൾ താമസിച്ചിരുന്നു കേട്ടോ. ഈ ചുമരിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റൊരു സൈൻ ബോർഡ് കാണുന്നില്ലേ, അവിടെയായിരുന്നു നബിതങ്ങളുടെ സഹാബിയായിരുന്ന ബദർ യുദ്ധത്തിൽ ഷഹീദായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിന്നിരുന്നത്. ഈ സഹാബി ഔസ് ഗോത്രത്തിലെ ബനു സലം കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ. ഇവരുടെ വീട്ടിലായിരുന്നു മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അതോടൊപ്പം തന്നെ സഅദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അബൂ മർസദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ താമസിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് മദീനയിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.